അതാണ് CPM ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. പക്ഷേ കോൺഗ്രസ് എന്ത് പറയുന്നു? കോൺഗ്രസിന് പതിവ് പോലെ നിലപാടില്ല. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഏകപക്ഷീയ ആക്രമണം തുടങ്ങിയതിൻ്റെ യഥാർത്ഥ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് കേരളത്തിലാണ്. അതങ്ങനെയാണ് എല്ലാ കാലത്തും. ആഗോള രാഷ്ട്രീയത്തിലുണ്ടാകുന്ന എല്ലാ ചലനങ്ങളുടെയും തുടർചലനങ്ങൾ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും സജീവമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ആണ് കേരളം. നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയമായി ഓരോ കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തി ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്നത് ലോകരാഷ്ട്രീയമായാലും ദേശീയ രാഷ്ട്രീയമായാലും പ്രാദേശിക രാഷ്ട്രീയമായാലും രാഷ്ട്രീയം നമ്മുടെ മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും, പ്രത്യേകിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ നേതാവും ഓരോ വിഷയത്തിലും നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശിക ദേശീയ ആഗോള വിഷയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും അവരുടെ പ്രതികരണങ്ങളും നമുക്ക് പ്രധാനമാണ്. കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കെയാണ് ഇറാനിൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്താക്രമണം ഉണ്ടാവുന്നത്. ഇസ്രയേലിൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖൊമൈനി രക്തസാക്ഷിയായി. അതിനെക്കുറിച്ച് ആഗോളതലത്തിൽ വലിയ ചർച്ചയുണ്ടായി. കേരളത്തിൽ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ആ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ സലഫി നേതാവ് വിമർശിച്ചു. അത് രക്തസാക്ഷിത്വമല്ല, അദ്ദേഹം ഷിയ വിഭാഗക്കാരനാണ് എന്ന് വന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വെള്ളിയാഴ്ചകളിലെ പള്ളി മെമ്പർ ചർച്ചകൾ മുതൽ സാധാരണ ജനങ്ങളുടെ ബാർബർ ഷോപ്പ് ചർച്ചകൾ വരെ, CPMന്റെ PB ചർച്ച മുതൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ചർച്ച വരെ, BJPയുടെ ബൂത്ത് കമ്മിറ്റി മുതൽ RSPയുടെ ചവറ കമ്മിറ്റി വരെ എല്ലാം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഇറാനെതിരായ US ഇസ്രയേൽ ആക്രമണമാണ്, ഇറാന്റെ തിരിച്ചടിയാണ്. അതിനിടയിൽ ഗൾഫിലേക്ക് നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച് ജീവന്റെ ഒരു ഭാഗം തന്നെയായ നമ്മുടെ വരുമാനത്തിൻ്റെ, നമ്മുടെ വികസനത്തിൻ്റെ, നമ്മുടെ കുതിപ്പിൻ്റെ, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളുടെ കാര്യത്തിൽ ആശങ്കയും ഒക്കെ നമുക്കുള്ളതുകൊണ്ട് ഇറാൻ UAEയിലേക്കും ഒക്കെ ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ച മിസൈൽ, അതായത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും യുദ്ധ താവളങ്ങൾ കൊടുക്കുന്നതിനുള്ള പ്രതികരണ ഇന്ത്യയിലേക്ക് അയച്ച മിസൈലുകൾ നമ്മൾ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. അങ്ങനെയൊക്കെ ആഗോള രാഷ്ട്രീയം, യുദ്ധം, സമാധാനം എല്ലാം ചർച്ചയിലായിരിക്കുമ്പോൾ കോൺഗ്രസും BJPയും CPMഉം എന്ത് നിലപാടാണ് എടുത്തത് എന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ വലിയ ചർച്ചയും ചോദ്യവുമായി ഡിസ്കഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം കേരള തലസ്ഥാനത്ത് CPM PB അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പങ്കെടുക്കുന്ന യുദ്ധവിരുദ്ധ റാലി നടക്കുകയാണ്. തിരുവനന്തപുരത്ത് EK നാരായണ പാർക്കിൽ അദ്ദേഹം പൊതുസമ്മേളനം അഭിസംബോധന ചെയ്യും. കോഴിക്കോട്, കൊച്ചിയിൽ, അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന, MA രവി പങ്കെടുക്കുന്ന, MV ഗൗതം മാസ്റ്റർ പങ്കെടുക്കുന്ന വലിയ യുദ്ധവിരുദ്ധ പരിപാടികൾ നടക്കുന്നു. യുദ്ധവിരുദ്ധ റാലികൾ അല്ലെങ്കിൽ യുദ്ധവിരുദ്ധ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ നിലവിലെ കോണ്ടെക്സ്റ്റിൽ അത് കൃത്യമായും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ അവരുടെ യുദ്ധവെറിക്കെതിരായ നിലപാട് പറയലാണ്. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ് എല്ലാ കാലത്തെയും പോലെ. പക്ഷേ കോൺഗ്രസും BJPയും പറയുന്നത് എന്താണ്? കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റാണത്. കോൺഗ്രസിനും BJPക്കും ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തെക്കുറിച്ച്, അതായത് ലോകത്തെ തന്നെ ഒരു മൂന്നാം ലോക യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിക്കാൻ പോന്ന വിധത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അനവസരത്തിലെ ആക്രമണത്തെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയുടെ വിജയത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നുന്ന നിമിഷമാണ് ഒരു അറ്റാക്ക് വഴി ആ ചർച്ചകളെ ആകെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചൈനയും ഉത്തര കൊറിയയും റഷ്യയും അടക്കമുള്ള ലോകത്തിലെ വൻശക്തികൾ ഇസ്രായേലിനെതിരെ, അമേരിക്കക്കെതിരെ ഇറാനെ പിന്തുണയ്ക്കുകയാണ്.
അത് ലോകത്തുണ്ടാക്കുന്ന രാഷ്ട്രീയവും സാമ്പത്തികവും ഒക്കെ വലിയ ചർച്ചകൾ. അതാണ് CPM ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നു, കോൺഗ്രസിന് പതിവ് പോലെ നിലപാടില്ല. ഇറാൻ ഭരണകൂടത്തിന്റെ പരമാധികാരി, കേരളത്തിന് പോലും സുപരിചിതനായ ആയത്തുള്ള അലി ഖമനയെ ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി കൊലപ്പെടുത്തിയതിനെ കുറിച്ച് കോൺഗ്രസ് വൈകിയാണ് രണ്ടു വാക്കെങ്കിലും പറഞ്ഞത്. അത് BJP പറയുന്നതിന് തലേദിവസം BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ ഏതായാലും ഇന്നാണ് ഖമനയുടെ വധത്തിൽ അനുശോചിച്ചത്. സോഷ്യൽ മീഡിയയിലൊക്കെ അത് ചോദ്യം ചെയ്യപ്പെടുന്നു, ഇത്രയും വൈകിപ്പോയി എന്തുകൊണ്ടാണ് എന്ന്. BJPക്കും കോൺഗ്രസിനും രാഷ്ട്രീയമായി രണ്ട് കാരണങ്ങളാൽ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടില്ല. ഒന്നാമത്തേത്, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളുടെ കാര്യത്തിൽ ഈ രണ്ട് പാർട്ടികളും നിലപാടില്ലാത്തവരാണ്. അമേരിക്കയ്ക്കെതിരെയാണെങ്കിലും ഇസ്രായേലിനെതിരാണെങ്കിലും ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ യുദ്ധക്കൊതിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന ഇത്തരം രാജ്യങ്ങൾക്കെതിരെ BJPക്കും കോൺഗ്രസിനും നിലപാടില്ല. നിലപാടില്ലായ്മ കൊണ്ട് അവർ ഒരു നിലപാടിലാണ്. അതാണ് ഇടതുപക്ഷവുമായുള്ള CPMുമായുള്ള BJPയുടെയും കോൺഗ്രസിന്റെയും പ്രധാന വ്യത്യാസം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരള വ്യാപകമായി യുദ്ധവിരുദ്ധ റാലികൾ നടത്തുകയും യുദ്ധവിരുദ്ധ സമ്മേളനം നടത്തുകയും ചെയ്യുമ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ മുദ്രാവാക്യ നിലപാടുകൾ വെക്കുമ്പോൾ ഇവർക്ക് പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് പറയാൻ മടിക്കുന്നത്. നോക്കൂ, VD സതീശൻ നയിക്കുന്ന കേരള യാത്ര സമാപിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഇന്നോ നാളെയോ അത് തിരുവനന്തപുരത്ത് സമാപിക്കാനിരിക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടകൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എന്തു പറയാൻ പോകുന്നു എന്ന് കേരളത്തിന് ആകാംക്ഷയുണ്ട്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുനവ്വർ തങ്ങൾ പറഞ്ഞ കൃത്യം നിലപാട് പോലും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ലളിതമാണ്. ജനങ്ങൾ എല്ലാ കാലത്തും, കേരളത്തിലെ പ്രത്യേകിച്ചും ജനങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ വർഗീയ വംശീയ സാമ്രാജ്യത്തെ വെറുക്കുമെതിരാണ്. ഇറാനോട് നമുക്ക് പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യമൊന്നുമില്ല. ഇറാനോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ട്. അതിൽ ഒന്നാമത്തെ വിയോജിപ്പ് ഇറാന്റെ സ്ത്രീവിരുദ്ധ മനുഷ്യാവകാശ ലംഘനങ്ങളോടാണ്. ഇറാനിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റം ഇറാനിലെ സ്വേച്ഛാധിപത്യത്തെ തകർത്തെറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പകരം വന്നതോ സ്ത്രീകൾക്കെതിരെ നിരന്തരം അതിശക്തമായ ഏകാധിപത്യപരമായ മനുഷ്യത്വ വിരുദ്ധമായ നിലപാടെടുക്കുന്ന ഒരു ഭരണകൂടമാണ്. ആ ഭരണകൂടത്തോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രയേലും നിൽക്കുമ്പോൾ ഇറാന്റെ പരമാധികാരത്തോടാണ് നമുക്ക് ബഹുമാനം. കാരണം നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പരമാധികാര രാജ്യങ്ങളിലൊന്നാണ്. നമ്മുടെ പരമാധികാരത്തെ ആരെങ്കിലും കയറി വാക്കുകൊണ്ടെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യൻ ജനത അംഗീകരിക്കുമോ? നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള അവകാശമില്ലേ? എന്ന് പറഞ്ഞതുപോലെ തന്നെ സാമ്രാജ്യത്വം അല്ലെങ്കിൽ വംശീയ ശക്തികൾ ഒരു രാജ്യത്തെ വംശീയമായും സായുധമായും ആക്രമിക്കുമ്പോൾ നമ്മൾ ആക്രമിക്കപ്പെടുന്നവരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് ഇറാന്റെ കൂടെ നിൽക്കുന്നത്. ആ നിൽപ്പ് നിൽക്കാനുള്ള ധാർമ്മികവും രാഷ്ട്രീയവുമായ ഇച്ഛാശക്തി ഇല്ലാത്ത രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും BJPയും. ഉള്ള ഒരു പാർട്ടിയാണ് CPM, അല്ലെങ്കിൽ ഉള്ള ഒരു കൂട്ടായ്മയാണ്, ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ കൂട്ടായ്മയാണ് ഇടതുപക്ഷം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പറയേണ്ടി വരുന്നത്.